new module, that is switched mode converter. This is our second module. I think all of you are clear with first module, whatever we have learned in the last classes. നമ്മൾ പണ്ട് പഠിച്ച എല്ലാം IGBT, മോസ്ഫെറ്റ്, BJT, പവർ ഡയോഡ്, പിന്നെ GTUവിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഇപ്പോഴേ പഠിക്കണം. എന്നാൽ മാത്രമേ പിന്നീട് കൺഫ്യൂഷൻ ഇല്ലാതെ നിൽക്കും. ലാസ്റ്റ് ടൈമിൽ എല്ലാ സ്ട്രക്ചറും ഒരുമിച്ച് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതിൽ കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് ലൈക്ക് മോസ്ഫെറ്റും IGBTയും അതിൻ്റെ സിമിലർ ആണ്, ഓൾമോസ്റ്റ് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ BJT, നിങ്ങൾ ഓൾറെഡി BJTയുടെ കുറേ കാര്യങ്ങൾ പണ്ട് പഠിച്ചതാണ്, അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൽ പവർ ഡയോഡും അതുപോലെ തന്നെയാണ്. അപ്പോൾ വലിയ ഡിഫിക്കൽട്ട് അല്ല. നിങ്ങൾ ഒന്നും കൂടെ നല്ല ഉത്സാഹിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മോഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ മോഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മോഡ്യൂൾ നെയിം ഈസ് സ്വിച്ച്ഡ് മോഡ് കൺവേർട്ടർ. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് മോഡ്യൂൾ ഇൻ പവർ ഇലക്ട്രോണിക്സ്. So before going to that, we should know what is unregulated power supply. ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ? അഭിജിത്ത് മൈക്ക് ഒന്ന് ഓണാക്കി പറഞ്ഞു തരാൻ പറ്റും? അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ പവർ സപ്ലൈ നമ്മൾ റെഗുലേറ്റ് ചെയ്യാത്ത എന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് പോവാം. അതായത് റെഗുലേറ്റഡ് പവർ സപ്ലൈ മീൻസ്, നമ്മൾ കുറേ റെക്ടിഫയർ സർക്യൂട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. വി നോ ദാറ്റ് ഹാഫ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഫുൾ ബ്രിഡ്ജ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ, ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തിങ് ഈസ് ലൈക്ക്, എന്താണ് അവിടെ ഉള്ളത്? ദർ ഇസ് എ ട്രാൻസ്ഫോമർ, ദെൻ സം ഡയോഡ് അറേഞ്ച്മെന്റ് that is actually performing the rectification operation, and there we have a filter capacitor also. So what it will do, this transformer will, we know that that transformer will step down the AC voltage to a lower value, then rectifier will convert this AC to DC. Again, the output of rectifier is a pulsating DC, so we are using a capacitor to filter it. അല്ലേ? നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലാണ് നമ്മൾ 230 വോൾട്ട് കൊടുക്കുക. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ഇവിടെയുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഫുൾ വേവ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ ആണെങ്കിൽ ഇങ്ങനെ 2 ഡയോഡ് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട്, സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിന് എടുത്ത ഒരു കണക്ഷൻ. അതേപോലെ ഇതിൻ്റെ 2 ഡയോഡിൻ്റെയും ഷോർട്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് DC ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് പ്യുവർ DC ആക്കുന്നു. അതിനുശേഷം ലോഡ് റെസിസ്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റെക്ടിഫയറിൻ്റെ ഡയഗ്രം നമ്മൾ അന്ന് പഠിച്ചത്. എന്തായിരുന്നു ട്രാൻസ്ഫോമറിൻ്റെ പർപ്പസ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ടു സ്റ്റെപ്പ് ഡൗൺ the higher voltage to lower voltage. Normally we used to give 230 volt AC. The output will be some 6 volt or 9 volt, depends on our application. We can select that one. So it will step down 230 voltage to 6 volt, 9 volt, 12 volt, 24 volt, whatever it may be, whatever we require. So in that format it will step down. This stepping down is depend on a ratio. We know that V1 by V2 is equal to a constant, like that we have studied അല്ലെ? നമ്മളൊരു ട്രാൻസ്ഫോമർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ടേം പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ട്രാൻസ്ഫോമർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ റേഷ്യോക്ക് അനുസരിച്ച് 230 വോൾട്ട് 6 വോൾട്ടോ 9 വോൾട്ടോ അല്ലെങ്കിൽ 24 വോൾട്ടോ ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതായിരുന്നു ഈ ട്രാൻസ്ഫോമറിൻ്റെ പരിപാടി. പിന്നീട് ഡയോഡിൻ്റെ നമുക്കറിയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസിലാവും. അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ പറയുക, ഇത് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്ന സമയത്ത്
താഴെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം താഴത്തെ വൈൻഡിങ്ങിൽ ഏതാണ്ട് സപ്ലൈ എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പം ഈ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇത് റിവേഴ്സ് ബയാസിലാവും, ഇത് ഫോർവേഡ് ബയാസിലാവും. അങ്ങനെ കറണ്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പൾസേറ്റിംഗ് ഡി സി എന്നുള്ള രീതിയിൽ, അതായത് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ എ സി ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എ സി സിഗ്നൽ. ഔട്ട്പുട്ട് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ we will get like this, that is something pulsating DC. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, പണ്ട് +2 അല്ലെങ്കിൽ SSLC പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ വെക്കും. ഫിൽട്ടർ കപ്പാസിറ്റർ ഈസ് ടു കൺവേർട്ട് ദിസ് പൾസേറ്റിംഗ് DC ടു പ്യുവർ DC. ഈ പ്യുവർ DC ആക്കി കൺവേർട്ട് ചെയ്യലാണ് എന്ത് ചെയ്യുക, ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ വർക്ക്. ഇതാണ് നമ്മൾ പണ്ട് പഠിച്ച് നമുക്ക് പണ്ടേ അറിയുന്ന ഒരു റെക്ടിഫയറിന്റെ സർക്യൂട്ട്. റെക്ടിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ വേണമെങ്കിൽ റേഡിയോക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഐ ക്യാൻ ടെൽ യു ദാറ്റ് ദിസ് ഈസ് ആൻ അൺറെഗുലേറ്റഡ് സപ്ലൈ. അൺറെഗുലേറ്റഡ് സപ്ലൈ മീൻസ് ദിസ് ഔട്ട്പുട്ട് വിൽ വേരി. How output will vary? Because already I told that depending on the transformer ratio, the conversion will change from 230 volt to 6 volt or 9 volt. Okay, depending on the transformer ratio, the input voltage or output voltage will be reducing. So 230 voltage is converted to 6 volt or 9 volt. Suppose if there are any voltage fluctuation is there, suddenly this 230 voltage becomes some 180 voltage. So what will happen? 180 voltage ആയി കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സെയിം ട്രാൻസ്ഫോമർ റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു 230 വോൾട്ട് 6 വോൾട്ടോ 9 വോൾട്ടോ ആവും. അപ്പം ഇപ്പം സപ്പോസ് 230 വോൾട്ടേജിന് പകരം 180 വോൾട്ടേജ് വരുന്നുള്ളൂ എങ്കിൽ ഈ 6 വോൾട്ട് എന്ന് പറയുന്നത് സെയിം ട്രാൻസ്ഫോമർ റേഷ്യോ വെക്കുമ്പോൾ ചിലപ്പോൾ 5 വോൾട്ടോ അല്ലെങ്കിൽ 4 വോൾട്ടോ ആയി മാറും. കാരണം അത് 6 വോൾട്ട് തന്നെ ആയിരിക്കില്ല. കാരണം ഈ ചേഞ്ച് നടക്കുന്നത് ട്രാൻസ്ഫോമർ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്ത് സംഭവിച്ചു, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തു, പ്രൈമറിയിൽ എന്തോ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത്. അപ്പം നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, വോൾട്ടേജ് ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണെന്ന് വിചാരിക്കുക, ഒരു ഹോസ്പിറ്റൽ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അത്ര പ്രിസൈസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സമയത്ത് അത് എപ്പോഴും ഒരു 6 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി 6 വോൾട്ട് റെഡ്യൂസ് ചെയ്ത് 5 വോൾട്ടോ 4 വോൾട്ടോ ആവും അല്ലെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ മെഡിക്കൽ എക്യുപ്മെന്റ് വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ഈവൻ മൊബൈൽ ചാർജർ തന്നെ എടുക്കാം. മൊബൈൽ ചാർജറിന്റെ ബാറ്ററി ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 5.1 വോൾട്ട് അങ്ങനെ 5.7 വോൾട്ട് അങ്ങനെയൊക്കെയാണ്. സഡൻലി അത് കിട്ടുന്നില്ല. അതിന് പകരം ഒരു ചെറിയൊരു വോൾട്ടേജ് ആണ്, അതായത് ഒരു 4.5 ഒക്കെയാണ് വരുന്നതെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് ഏത് ഡിസൈനറും അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷനും മോസ്റ്റ് സ്യൂട്ടബിൾ ആവും. പക്ഷെ ചില കേസ് കൊണ്ട് ആ കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് കിട്ടില്ല. അതിലൊരു കേസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് ഇൻപുട്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാവുന്നു. ഇതിന് നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂ, അതായത് ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തഡിനാണ് ലൈൻ റെഗുലേഷൻ എന്ന് പറയാം. ഇത് ഈ ഒരു ഡിഫറൻസ് ഉണ്ടായത് ലൈനിലുള്ള ഇഷ്യൂ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയിലുള്ള ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു വൺ മോർ ടൈം. ദ ഔട്ട്പുട്ട് ഓഫ് നോർമൽ സപ്ലൈ, പവർ സപ്ലൈ വിൽ വേരി, depends on two factors. One is depends on line input and depends on load output. So depends on line input nu paranjal normally if we are using a transformer step down the voltage to a lower voltage by using a transformer ratio. So that ratio is a constant value. So suppose if we are designing it for a 6 volt or 9 volt application, we are assuming that the line voltage is always 230 volt. എപ്പോഴും 230 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് സംടൈംസ് ഇറ്റ് വിൽ റെഡ്യൂസ് ഓർ ഇൻക്രീസ്. ഈവൻ ഇറ്റ് ക്യാൻ ഗോ 240 വോൾട്ട് 250 വോൾട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ ചേഞ്ച്.
അല്ലെ? അപ്പൊ 230 വോൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈനിൽ നമുക്കറിയാം, വൈകുന്നേരമൊക്കെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ LED ബൾബ് ആവുന്ന സമയത്ത് നമുക്ക് തിരിയില്ല. പണ്ടത്തെ ഇൻകാൻഡസെന്റ് ലാമ്പൊക്കെ, പഴയ ഗ്ലാസ് ടൈപ്പ് ബൾബൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവലുണ്ട്, ഒരു പർട്ടിക്കുലർ പീക്ക് ടൈം ആവുന്ന സമയത്ത് അതിന്റെ ബ്രൈറ്റ്നസ് വളരെ കുറയും, അല്ലെ? അത് ആ സമയത്തുള്ള വോൾട്ടേജ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. ആ ബ്രൈറ്റ്നസ് നോക്കി നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് ഇപ്പൊ കുറവാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ LED വോൾട്ടേജ് അതൊക്കെ ഈ ഒരു പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനിൽ വരുന്നത് കൊണ്ട് അതിൽ വലിയ ബ്രൈറ്റ്നസ്സിൽ ഡിം വരുന്നില്ല. പക്ഷെ പഴയ കാലത്ത് നമുക്ക് അങ്ങനെ ബ്രൈറ്റ്നസ്സിൽ വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു ഇപ്പൊ നമുക്കത് മനസ്സിലാവായിട്ടാണ്. എന്തായാലും വോൾട്ടേജ് റെഡ്യൂസ് ആവുന്നുണ്ട്. 230 വോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ട്രാൻസ്ഫോമർ റേഷ്യോ ഉപയോഗിച്ച് 6 വോൾട്ടോ 9 വോൾട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ ആ 6 വോൾട്ടോ 9 വോൾട്ടോ നമുക്ക് അവിടെ കിട്ടില്ല. അതെന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് വരും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോകും. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം 180 വോൾട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ 6 വോൾട്ടിന് ഡിസൈൻ ചെയ്തത് നമുക്ക് 5 വോൾട്ടോ 4 വോൾട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഔട്ട്പുട്ട് മാറി. നേരത്തെ നമുക്ക് 6 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് 5 വോൾട്ടോ 4 വോൾട്ടോ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും വേരി ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അവർ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് കീപ്സ് ഓൺ വേരി. അതുകൊണ്ടാണ് അതിന് അൺറെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വേരി ആവുന്നതിനാണ് അൺറെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയാം. ഒരു റീസൺ കൂടിയുണ്ട്. നമുക്ക് ഇത് മായ്ച്ചു കളയാം. ഒരു സർക്യൂട്ട്, ഒരു 2 റെസിസ്റ്റർ വരും. ഓക്കെ, and now what I am going to do is, assume this is load resistor. This is my output actually. This is one series resistor R1. This is R2. This is my, or RL. I am writing it as load resistor. So suppose if I give some 10 voltage here. If both resistors are of 10 volt, sorry 10 ohm, 10 ohm, both resistors are of 10 ohm. I am not worried about current because this is simple demonstration. I am giving an input of 10 volt and both resistor R1 and RL is of 10 ohm. The voltage I will get here is 5 volt because it will exactly divide, because when there are two same resistors dividing a voltage source, the voltage will exactly divide by half. So 10 volt if you are applying, it will get some 5 volt. സപ്പോസ് ഓക്കെ, ഇതെൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഇതെൻ്റെ ഒരു മൊബൈൽ ചാർജിങ് ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കുക. അതായത് ഒരു സാംസങ് മൊബൈലിലേക്കാണ്, ഞാൻ സിമ്പിളായിട്ട് പറയുന്നതാണ്, സാംസങ് മൊബൈലിലേക്കാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത്. ആ സാംസങ് മൊബൈലിന് 10 ohm ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ 5 വോൾട്ട് വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ മെല്ലെ എന്ത് ചെയ്തു, ഈ ഒരു മൊബൈൽ മാറ്റി ഒരു ലെനോവോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മൊബൈൽ വെച്ചു. ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ പറയുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 20 ohm ആയിരിക്കും. അപ്പോൾ എന്തായി, ഈ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൽ ഒരു അൺബാലൻസിങ് ഉണ്ടായി. അതായത് ഇപ്പം നമുക്ക് ഈ V2 എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ എഴുതാം? V × R2 ഡിവൈഡഡ് ബൈ R1 + R2. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അല്ലേ? അപ്പം നമുക്കിപ്പം കിട്ടുന്നത് V എന്ന് പറയുന്നത് 10 ആണ്. 10 × 20 200 ഡിവൈഡഡ് ബൈ 30. അപ്പം 20 ഡിവൈഡഡ് ബൈ 3. ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് കിട്ടുക. അപ്പം നേരത്തെ കിട്ടിയ 5 വോൾട്ട് അല്ല ഇപ്പം നമുക്ക് കിട്ടുന്നത്, ഇപ്പം വേറൊരു വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. സംതിങ് അറൌണ്ട് 7 വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ലോഡിന്റെ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലോഡ് മാറുന്നതിനനുസരിച്ച് എന്തു മാറുന്നുണ്ട്, അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്, അൺറെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഔട്ട്പുട്ട് കീപ്സ് ഓൺ വേരിയിങ്, ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈൻ ഇൻപുട്ട് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡ് വാട്ട് വി ആർ യൂസിങ്. Okay, also the current also will vary, depends on the load or depends on the line voltage. അപ്പം കറണ്ടിലും വോൾട്ടേജിലും വേരിയേഷൻ ഉണ്ട്. അപ്പം ഇത് നമുക്ക് വളരെ എന്താ പറയുക,
നല്ല സപ്ലൈ, അതായത് നല്ല ആപ്ലിക്കേഷന് വേണ്ടി, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. വി കനോട്ട് യൂസ് ദിസ് അൺറെഗുലേറ്റഡ് സപ്ലൈ ഇൻ സം ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ. കാരണം അത്രയും എന്താ പറയുക, വേരിയേഷൻ ഇല്ലാത്ത സപ്ലൈ ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിന്റെ വർക്കിങ്ങിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ അല്ലേ. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ആൻ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ഹയർ ദ ലോഡ് കറന്റ് ലോവർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്സ്. ഓക്കെ, ഹയർ ദ ലോഡ് കറണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷൻ പറയാം, ഞാൻ പറയുന്നതും അത് ആ സെന്റൻസ് തമ്മിൽ ചെറിയൊരു മിസ്മാച്ച് ഇല്ല എന്ന് ചോദിക്കാം. അപ്പം അത് പറയാൻ എനിക്ക് ഇങ്ങനെ പറ്റും. അതായത് നേരത്തെ പറഞ്ഞ അതേ റെസിസ്റ്ററിൽ 10 വോൾട്ട് കൊടുത്തു, 10 ഓമും 10 ഓമും ആവുന്ന സമയത്ത് ഈക്വലായിട്ട് 5 വോൾട്ടായി ഡിവൈഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. സപ്പോസ് ഈ 10 ഓം മാറിയിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്, 1 ഓമാണ് ഇപ്പം വരുന്നതെന്ന് അറിയാം. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 ഓമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കറണ്ട് കൂടും. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഇനീഷ്യലി ഇൻ ദ ലാസ്റ്റ് എക്സാമ്പിൾ ഐ വാസ് ടെല്ലിംഗ് ലൈക്ക് വെൻ ദർ ആർ ഈക്വൽ റെസിസ്റ്റൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് 5 വോൾട്ട്. Now what I am doing is I have changed the resistance of 10 ohm to 1 ohm. That is this resistance I am changing. So what will be the potential? Potential I can write it as V2 is equal to if you go for the formula V into R2 divided by R1 plus R2. So it will come something like 10 into 1 divided by 11. See, almost how much it will come? Voltage 1 volt it will come, correct? Almost around 1 volt it will come. So voltage reduced, but what will happen to the current? Current will increase. Okay, so the resistance is reduced, so current will increase, automatically voltage will also reduce. That is what it is told here. And the higher the load current, lower the output voltage drop. Output voltage drop കുറവായിരിക്കും. For example, a car battery is one example of an unregulated supply. At no load, the terminal voltage is actually about 14 volt. In fully charged condition, the voltage across a battery or car battery is 14 volt. But it drops about 9 volt when you connect it to a starter motor. ഒരു മോട്ടർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 12 വോൾട്ട് എന്തായി മാറുന്നുണ്ട്, 9 വോൾട്ടായി കുറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സമയത്ത് നമ്മളൊരു ലൈറ്റ് ഒക്കെ ഓൺ ആക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ബൾബ് ഡിസൈൻ ചെയ്തത് 14 വോൾട്ടിന് ആയിരിക്കും. പെട്ടെന്നായിട്ട് 9 വോൾട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 9 വോൾട്ടായി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഈ ബൾബിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും അല്ലെ. നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ചിലപ്പോൾ മിക്സി ഒക്കെ ഓൺ ആകുമ്പോൾ പെട്ടെന്ന് ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്നില്ലേ, അതേപോലെ ആ പെട്ടെന്നുള്ള ഇതിൽ ഡിഫറൻസിൽ കുറഞ്ഞു വരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടർ മോട്ടർ അവരാണ് പറയുന്നത് when initially the fully charged condition the battery voltage is 14 volt and when we are എന്താ പറയുക കാർ ഓൺ ആക്കുന്ന സമയത്ത് സഡൻലി ദ വോൾട്ടേജ് റെഡ്യൂസ് ടു 9 വോൾട്ട് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അൺറെഗുലേറ്റഡ് സപ്ലൈ, വോൾട്ടേജ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സെയിം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പാരലലായി നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, അത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ടോയ് കാറിൽ ക്രിട്ടിക്കലായുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ അൺറെഗുലേറ്റഡ് സപ്ലൈ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് എനിക്ക് വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊസസ്സർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ മൈക്രോ പ്രൊസസ്സറിന് നിങ്ങൾക്കറിയാം 5 വോൾട്ട് ആണ് വർക്ക് ചെയ്യാൻ വേണ്ടത്. ചില മൈക്രോ കൺട്രോളറിനെ ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, പല വോൾട്ടേജിലും വർക്ക് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ഉണ്ട്. അപ്പോൾ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ അതിനു വേണ്ടി സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു 6 വോൾട്ട് പവർ സപ്ലൈ ആണ്. നിങ്ങൾ ഇതിനെ കൊണ്ടൊരു ടോയ് കാർ ഉണ്ടാക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ലൈൻ ഫോളോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫയർ ഡിറ്റക്ട് ചെയ്യുന്നതോ ആയ ഒരു ടോയ് കാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് സഡൻലായിട്ട് എന്ത് സംഭവിക്കും, ഈ 6 വോൾട്ട് സപ്ലൈ സഡനായിട്ട് 4 വോൾട്ടോ 3 വോൾട്ടോ ആയി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, നിങ്ങളുടെ മൈക്രോ കൺട്രോളർ ആ വോൾട്ടേജിൽ വർക്ക് ചെയ്യില്ല. അത് എന്തുകൊണ്ടാണ് പറ്റിയത്? അത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ആയതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതായത്.
അപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു യൂസ് എ റെഗുലേറ്റഡ് പവർ സപ്ലൈ. അപ്പം അങ്ങനെയാണ് പറയുക, റെഗുലേറ്റഡ് പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വാട്ട് ഈസ് റെഗുലേറ്റഡ് പവർ സപ്ലൈ? റെഗുലേഷൻ യൂഷ്വലി റെഫേഴ്സ് ടു the output voltage of power supply. If a power supply is regulated, means that no matter what the current output, the voltage remains the same. എങ്ങനെയാണ് കറണ്ട് ഔട്ട്പുട്ട്, അല്ല എത്രത്തോളാണ് കറണ്ട് ഔട്ട്പുട്ട് എന്നതൊന്നും ഒരു ടെൻഷനുള്ള കാര്യമല്ല. വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അതിലും ഒരു പ്രശ്നമുള്ളത് അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അതിൽ ഡിസൈൻ ചെയ്യുന്ന കോമ്പണന്റിനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. കൂടുതൽ കറണ്ട് അത് വലിച്ചു കഴിഞ്ഞാൽ, ഒരു മാക്സിമം കറണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അടിച്ചു പോകും, ബേണായി പോകും. അപ്പം അത് വർക്ക് ചെയ്യൂല അല്ലേ. അതിനൊരു ലിമിറ്റ് വരെ അതെന്ത് ചെയ്യും? ഓൾമോസ്റ്റ് റിമെയിൻ സെയിം ആയിരിക്കും. വോൾട്ടേജ് 5 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടായാലും അത് 5 വോൾട്ടേജ് തന്നെ നിങ്ങൾക്ക് തരും. എന്തൊക്കെ ഇൻപുട്ടിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും, ഇൻപുട്ടിലെ വേരിയേഷന് കുറച്ച് പ്രശ്നമുണ്ട്, അത് നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ട്രാൻസ്ഫോമറിന്റെ ഒക്കെ വോൾട്ടേജ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ടിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള അത്രത്തോളം ആ രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ ഒരു മിനിമം ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു സെന്റൻസിൽ നമ്മൾ ഔട്ട്പുട്ടിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. സോ റെഗുലേറ്റഡ് പവർ സപ്ലൈ മീൻസ് വാട്ട് എവർ ബി ദ ലോഡ് കറന്റ്, ദ വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം. ദ വോൾട്ടേജ് റിമെയിൻ സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നിങ്ങളെ CPU-ലൊക്കെ ഉണ്ട്. UPS നിങ്ങളെ CPU-ൽ ഉള്ളൊരു എന്താ പറയുക, മദർ ബോർഡിനും ബാക്കി എല്ലാ മെമ്മറിക്കും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് SMPS. SMPS-ൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. കാരണം അതിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ നിങ്ങളുടെ CPU-ഓ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റഡ് കോമ്പണൻസ് ഒന്നും വർക്ക് ചെയ്യില്ല. സോ വി നീഡ് ടു യൂസ് എ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഇൻ എ PC. ഇത് മാത്രമല്ല, എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റിലും ഇതുപോലെ തന്നെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വാട്ട് ഈസ് ദർ ഇൻസൈഡ് എ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ? യു ഹാവ് എ DC to DC converter. So what is the purpose of DC to DC converter? DC to DC converter will convert unregulated power supply to a regulated power supply. DC to DC കൺവേർട്ടറിന്റെ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, DC-ന്ന് DC-യിലേക്ക് എന്തിന് കൺവേർട്ട് ചെയ്യണം? അത് നമുക്കൊരു ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി DC-യിലാണ്. ഓക്കെ, നിങ്ങൾ റെക്ടിഫയറിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ കൺവേർട്ട് ഫ്രം AC to DC. AC-നെ DC ആക്കാനുള്ളതാണ്. ഇൻവെർട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ കൺവേർട്ട് ഫ്രം DC to AC. സോ ഇതിലൊരു കൺവേർഷൻ നടക്കുന്നുണ്ട്. DC-നെ AC-യിലേക്കും AC-നെ DC-യിലേക്കും കൺവേർഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എന്തിന് നമ്മൾ DC to DC അല്ലെങ്കിൽ AC to AC കൺവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, DC to DC കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ കൺവേർട്ട് ഫ്രം DC അൺറെഗുലേറ്റഡ് സപ്ലൈ ടു DC റെഗുലേറ്റഡ് സപ്ലൈ. അപ്പം അതാണ് DC to DC കൺവേർട്ടറിന്റെ യൂസ്. ഈ DC to DC കൺവേർട്ടറാണ് ഇന്ന് നിങ്ങൾ കാണുന്ന മൊബൈൽ ചാർജർ, അതേപോലെ കമ്പ്യൂട്ടറിലുള്ള SMPS, പിന്നെ എല്ലാവിധ മെഡിക്കൽ എക്യുപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രിസൈസ് ആയിട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജർ, ഇതിലൊക്കെ ഉള്ളത് ഈ DC to DC കൺവേർട്ടറാണ്. ഓക്കെ, ഒന്നും കൂടി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വി ഹാവ് എ ബ്ലോക്ക് ഡയഗ്രാം ഹിയർ. So what it will do? It is a block diagram of an unregulated power supply. Regulated power supply. This is a block diagram of a regulated power supply. So first, if you say we are giving transformer output, that is single phase or three phase, to a uncontrolled diode rectifier. Uncontrolled diode rectifier means normal diode rectifier. അല്ലെ, സാധാരണ ഡയോഡ് റെക്ടിഫയറിനെയാണ് അൺകൺട്രോൾഡ് ഡയോഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. തൈറിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള റെക്ടിഫയറിനെയാണ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുക. ഡയോഡ് യൂസ് ചെയ്യുന്ന റെക്ടിഫയറിനെ അൺകൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയും. അപ്പം സോ ഇഫ് യു ആർ ഗിവിംഗ് എ AC സിഗ്നൽ ടു അൺകൺട്രോൾഡ് റെക്ടിഫയർ, ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ടു DC, ബിക്കോസ് പർപ്പസ് ഓഫ് റെക്ടിഫയർ ഈസ് ടു കൺവേർട്ട് AC to DC. So output of this block is DC, but it is unregulated supply. Again, we are using a filter capacitor. We know that output of rectifier is a pulsating DC. So in order to make it to pure DC, we are using a filter capacitor. So that is the purpose of filter capacitor. Again, what is the output? Output is DC.
It is also unregulated. But what is this DC? This is pure DC. Pure DC. And then we have, so ഇത്രയും നമ്മൾ പറയുന്നത് പഴയ നമ്മൾ പണ്ട് പഠിച്ച ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. So then we have DC to DC converter. So what it is doing? It will convert DC to DC, but again what it will do? It will convert unregulated DC to regulated DC. So that is given to the load. ഓക്കെ, അപ്പം റെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മനസ്സിലാകുന്നു. സോ ദ പർപ്പസ് ഓഫ് റെഗുലേറ്റഡ് സപ്ലൈ ഈസ് ടു മേക്ക് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വാട്ട് എവർ ബി ദ ലോഡ് കറണ്ട്. കറണ്ട് എന്തൊക്കെ ആയാലും നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നമുക്ക് കോൺസ്റ്റന്റ് ആയ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ. സോ ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ദാറ്റ്? ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്താണ് അൺറെഗുലേറ്റഡ് സപ്ലൈ? എന്തെങ്കിലും റെഗുലേറ്റഡ് സപ്ലൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. വൈഷ്ണവി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ക്ലിയർ ആയോ? അൺറെഗുലേറ്റഡും റെഗുലേറ്റഡ് സപ്ലൈയും ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. റെഗുലേറ്റഡ് ഒന്നും കൂടി പറയും. റെഗുലേറ്റഡ് സപ്ലൈ ഓക്കെ. റെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയി, നമുക്ക് അൺറെഗുലേറ്റഡിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആവില്ല, ഔട്ട്പുട്ട് വേരി ചെയ്യും. ലൈൻ ഇൻപുട്ടിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ലോഡിനനുസരിച്ചും എന്ത് വേരി ആവുന്നുണ്ട്? അൺറെഗുലേറ്റഡ് സപ്ലൈയിൽ ഔട്ട്പുട്ട് വേരി ആവുന്നുണ്ട്. റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ലോഡ് കറണ്ടിലോ അല്ലെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാലോ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ ഇപ്പം പഠിക്കേണ്ടത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ കിട്ടാനുള്ള ഒരു കോമ്പണന്റ് ആണ് നമ്മൾ SMBS ഒക്കെ യൂസ് ചെയ്യുന്ന DC to DC കൺവേർട്ടർ. ഇനി എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറഞ്ഞു വരാൻ പോകുന്നത്. ക്ലിയർ ആയില്ലേ? റെഗുലേറ്റഡ് പവർ സപ്ലൈ നീ ഇപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ഔട്ട്പുട്ട് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഹർഷന് മനസ്സിലായോ? നമുക്കിപ്പോൾ മൊബൈൽ ചാർജറിലൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് വോൾട്ടേജ് തന്നെ കിട്ടണം. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനത്തെ റെഗുലേറ്റഡ് സപ്ലൈ യൂസ് ചെയ്താലേ പറ്റും. ഓക്കെ, ഇവിടെയുണ്ട്. അതായത് ഇത് ഇടാൻ DC to DC കൺവേർട്ടറിന്റെ ജോബ് ഇതാണ്. DC to DC കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? അൺറെഗുലേറ്റഡ് സപ്ലൈ ടു റെഗുലേറ്റഡ് സപ്ലൈ ആണ് കൺവേർട്ട് ചെയ്യുക. സോ ഹൗ ഇറ്റ് വിൽ ഡു? ഹൗ ഇറ്റ് വിൽ മേക്ക് ദിസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈവൻ ദോ ദർ ഇസ് വേരിയേഷൻ ഇൻ ദ ലൈൻ ആൻഡ് ലോഡ്. ലൈനിലും ലോഡിലും വേരിയേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. So in DC to DC converter, the average DC output voltage must be controlled to equal a desired level through the input voltage and the load, though the input voltage and load may fluctuate. ഇവരെന്താ ചെയ്യുന്നത്? ഇൻപുട്ട് വോൾട്ടേജിലോ ഔട്ട്പുട്ടിലോ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെ പറ്റിയിട്ടാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇൻസ്റ്റന്റേനിയസ് DC. ഈ ഒരു മൊമെന്റിൽ എത്ര DC വോൾട്ടേജ് ഉണ്ട്? 6 വോൾട്ടേജ് ഉണ്ട്, പോരാ 5 വോൾട്ടേജ് ആക്കണം. ഈ ഒരു മൊമെന്റിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? 4 വോൾട്ടേജ് ഉണ്ട്, പോരാ 5 വോൾട്ടേജ് ആക്കണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. പക്ഷെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അല്ലേ? ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സെയിം വോൾട്ടേജായി മെയിൻറ്റെയിൻ ചെയ്യുക. So in a DC to DC converter with a given input voltage, average output voltage is controlled by controlling the switch on off duration. സ്വിച്ച് ഓണിന്റെയും ഓഫിന്റെയും ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ PPT നോക്കുന്നില്ല, ജസ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ഈ ഒരു ഇമേജ് ഇത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കംപ്ലീറ്റ് കോൺസെപ്റ്റും വരുന്നത്. നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് VD.
അതിൻ്റെ എൻഡിലേക്ക് we are connecting a switch S and we have a load resistor here R. So output is connected or taken across resistor, load resistor, that is V naught. Okay, so now I am turning on the switch. If I turn on this particular switch, whatever VD available here will come across this resistor. So if you can see that when switch is on, that is T on, whatever voltage VD available there, that is come across the output terminal, across resistor. So that is here. Then after an instant or after a certain time interval called T on, I am switching off this switch. So during that time, the output voltage across resistor R is 0. So I can see that also here. T off, during T off, the output voltage is again 0. And then later I am continuing this sequence on and off like that going on. And now what I am telling is T on plus T off, I am writing as total time period TS. ഈ ടോട്ടൽ ഇതിൻ്റെ ടൈം പീരീഡിനെ എന്താക്കി മാർക്ക് ചെയ്തു? TS ആയി മാർക്ക് ചെയ്തു. സോ ഇഫ് ദിസ് ഈസ് എക്സാക്ട്ലി ഹാഫ്, if T on equal to T off, I can tell you that the average voltage is VDC by 2 or VD by 2. T ഓണും T ഓഫും ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഓർ ഐ ക്യാൻ റൈറ്റ് ആൻ ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു VD into T on divided by total time period T. Or I can write another equation, V naught is equal to VD into T on divided by T on plus T off. ടോട്ടൽ ടൈം പീരീഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, T on plus T off എന്ന് എഴുതി. അപ്പോൾ എന്താ, when both T on and T off are equal, so VD into T on divided by 2 T on എന്ന് വരും. T on ഉം T on ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ VD by 2 ആണ്. when both time are equal, when both on time and off time are equal, ആ ഒരു കണ്ടീഷനിൽ VD by 2 എന്ന് പറയും. Suppose if in this case, particular case, we know that T on is greater than T off, what will happen? T on T off-നേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഇൻക്രീസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. ഓർ ഐ ക്യാൻ ആസ്ക് യു ദിസ് വൺ, T ഓൺ ആണ് കംപ്ലീറ്റ് ഫുൾ ഡ്യൂറേഷൻ ടൈം പീരീഡിൽ ഞാൻ T ഓൺ മാത്രമാക്കി, T ഓഫ് ആക്കുന്നില്ല. ആ ഒരു സമയത്ത് T ഓഫ് 0 ആയിരിക്കും. VD divided by T on divided by T on കിട്ടും. T on ഉം T on ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ V out equal to VD. അപ്പം V out equal to VD എപ്പോഴാവുക? ഫുൾ ടൈം അത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ആക്കി വെച്ചാൽ V out equal to VD ആണ്. ഹാഫ് ടൈം ആണെങ്കിൽ VD by 2 കിട്ടും. ഇനി 0 ആണെങ്കിൽ, T on 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ T ഓണിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് DC to DC ഓർ സ്വിച്ച്ഡ് മോഡ് കൺവേർട്ടർ. ഇതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ക്ലിയർ ആയോ? സോ വൺ ഓഫ് ദ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് by employs switching at a constant frequency, അതാണ് T on, ടൈം പീരീഡ് ആണ് T on, അതിൻ്റെ 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി, ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ ഓൺ ഡ്യൂറേഷൻ ഓഫ് ദ സ്വിച്ച് ടു കൺട്രോൾ ദ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അഡ്ജസ്റ്റിംഗ് ദ ഓൺ ഡ്യൂറേഷൻ ഓഫ് ദ സ്വിച്ച്, ഓൺ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലാണെങ്കിൽ, T on കൂടുതലാണെങ്കിൽ
എന്ത് ചെയ്യും, മാക്സിമം വോൾട്ടേജ് കിട്ടും. ടി ഓൺ കുറവാണെങ്കിൽ മിനിമം വോൾട്ടേജ് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിന് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയും, PWM സ്വിച്ചിങ് എന്ന് പറയും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.